ഹായ്. അപ്പോൾ അതാ ഇന്ന് നമ്മൾ തുമ്പിനയിലും അതേപോലെ തന്നെ നമ്മളെ ഇൻട്രോയിലൊക്കെ കണ്ടതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞു ബോട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു വീഡിയോ ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി ബോട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ഒരു കുഞ്ഞു ബോട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അത് നമ്മുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് ചെറിയ പീസ് റീപ്പർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബോട്ടിലിനെക്കാട്ടിലും കുറച്ച് നീളം കൂടുതലുള്ള റീപ്പറുകളാണ് ഇത് എടുത്തത്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം അതേപോലെ ഒരു പരന്ന ഒരു പ്ലൈവുഡ് പീസാണ് ഇത് എടുത്തത്. അല്ല ഐസ്ക്രീം സ്റ്റിക്കൊക്കെ മതി നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ റീപ്പറിൻ്റെ മുകളിൽ. അതിനുശേഷം നമ്മുടെ ബോട്ടിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ റീപ്പറിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ വെച്ച റീപ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ രണ്ടാമത്തെ റീപ്പറും ഇതേപോലെ ബോട്ടിൽ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേ അളവിലൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത്. ഇനി നമ്മൾ പിന്നെ നമ്മുടെ റീപ്പറിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമ്മളൊന്ന് ഗ്ലൂ കൂടുതലായിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് റബ്ബർ ബാൻഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് റബ്ബർ ബാൻഡ് 5 രൂപ ഇതിന് വിലയുള്ളൂ. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഈ 2 അല്ലെ 3 ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുടുക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ 4 റബ്ബർ വീതം ഇത് ഓരോ സൈഡിലും നമ്മൾ കുടുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ മുൻഭാഗത്ത് നമ്മൾ ഇതേപോലെ കുടുക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നടുഭാഗത്ത് നമ്മൾ കുടുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബോട്ടിലിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡ് കുടുക്കി കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഒരു 6 റബ്ബർ ബാൻഡ് ഒരുമിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പിറകു വശത്ത് നമ്മൾ ഇതേപോലെ കുടുക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എടുത്ത ആ സ്റ്റിക്ക് ബോട്ടിൽ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഈ റബ്ബർ ബാൻഡ് നമ്മൾ ഇതേപോലെ കുടുക്കി കൊടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ യന്ത്രം. അതായത് നമ്മുടെ ബോട്ട് മുൻപോട്ട് നീങ്ങുന്നത് പ്രവർത്തിക്കുന്നത് ഈ സ്റ്റിക്കിൻ്റെ മുകളിലാണ്. ഈ റബ്ബർ ബാൻഡും സ്റ്റിക്കുമാണ് നമ്മുടെ യന്ത്രം. അപ്പോൾ ഇതേപോലെ തിരിഞ്ഞിട്ടാണ് നമ്മുടെ ബോട്ടിനത് മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഒരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് നെറ്റിൻ്റെ പീസാണ്. അത് നമ്മൾ ഇതേപോലെ വളച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഹൗസ് ബോട്ട് എന്നതുപോലെ നമ്മളതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ട്രയൽ പരാജയമായിരുന്നു. അപ്പോൾ നമ്മുടെ ആ റബ്ബർ ബാൻഡ് ശരിയായില്ല. കാരണം അത് കൂടുതൽ ടൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കറങ്ങി തീർന്നു പോകുന്നത് കൊണ്ട് നമ്മുടെ ബോട്ട് മുൻപോട്ട് ചലിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ 2 ചൊറയായിട്ട് നമ്മൾ അതേപോലെ തന്നെ കുടുക്കി കൊടുക്കുന്നുണ്ട്. ഈ എലാസ്റ്റിക്കിന് പകരം അതായത് കുറച്ച് വലിപ്പം കൂടുതലുള്ള നല്ല റബ്ബറാണ് നല്ലത്. എലാസ്റ്റിക് വെച്ചു. ഇനി നമുക്ക് മുൻപോട്ട് ഓടേണ്ട സമയത്ത് നമുക്ക് ബാക്കോട്ടാണ് ഇത് തിരിക്കേണ്ടത്. ഇതേപോലെ നമുക്ക് തിരിക്കും. അപ്പം പരമാവധി എത്ര നമുക്ക് തിരിക്കാൻ കഴിയും അത്രയും നമുക്ക് തിരിച്ചു കൊടുക്കാം. ബോട്ട് പോകുന്ന അടിപൊളിയായിട്ട് നമ്മുടെ കുളത്തിന് നീളമുള്ളതായിട്ടാണ്, അല്ലെങ്കിൽ അതിനേക്കാളിലൊക്കെ കൂടുതൽ പോകും. കണ്ടില്ല, അവിടുന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് റിവേഴ്സ് വരുന്നുണ്ട്.
അപ്പോൾ അത് ഇനി നമ്മൾ വീടിനടുത്തുള്ള പാടത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്പേസ് ഉള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് നമ്മുടെ ബോട്ടൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ അത് നമ്മുടെ ബോട്ട് അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉഷാറായിട്ട് നമ്മുടെ ബോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സിമ്പിൾ ബോട്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ കുട്ടികൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ, അതേപോലെ അതിങ്ങനെ കളിച്ച് നോക്കാനൊക്കെ പറ്റിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഈ ബോട്ടും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.